നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ ഇട്ട് അതൊരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. ഈവൻ നമ്മളൊരു ബാങ്കിൽ ലോണിന് ഒരു കൊളാറ്ററലിന് പോയാൽ പോലും ബാങ്കുകാർ നമ്മളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അതിലൊരു ബിൽഡിംഗും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സർ നോക്കായിരുന്നു എന്ന് പറയാറുണ്ട്. അത് അങ്ങനെയാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സൈഡ് നോക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് രണ്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ട് വേക്കൻറ്റ് ലാൻഡ് വാങ്ങിച്ചിടുന്നതിനേക്കാളും നല്ലത് ഒരു സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ അകത്തൊരു പ്രോപ്പർട്ടി പണിയുന്നതാണ്. ഇങ്ങനെയുള്ള അഡ്വൈസുകളാണ് നമ്മൾ സാധാരണ ക്ലയൻസിന് കൊടുക്കുന്നത്. അതിൻ്റെ സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് അത് നമ്മളുടെ നാടിനുള്ള ഒരു പുരോഗതി. ഈ നഗരമധ്യത്തിൽ രണ്ട് സ്ഥലത്ത് വെറും വേക്കൻ്റ് ആയിട്ട് പ്ലോട്ട് കിടന്നു കഴിഞ്ഞാൽ അവിടെ കാട് പിടിച്ച് കുറച്ച് പേര് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അത് അങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അതേസമയം നമ്മളവിടെ ഒരു ബിൽഡിംഗ് പണിയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കൂടുതൽ ആൾക്കാർക്ക്, ഇപ്പം നമ്മളൊരു ബിൽഡിംഗ് പണിതിടുമ്പോൾ നമ്മൾക്കതൊരു ഇൻകം തരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് പണിതിട്ടുള്ളതെങ്കിൽ വേറെ ഒരാൾക്ക് അതിലൊരു അവിടെ ഒരു ഷോപ്പോ എന്തെങ്കിലും നടത്തി അവർക്കൊരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതല്ല റെന്റിൽ താമസിക്കാനുള്ള ഒരു വീടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഒരു അക്കോമഡേഷൻ ആണ്. നമ്മൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അതൊരു സൊസൈറ്റിക്കും അതുകൊണ്ടൊരു നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ എറണാകുളത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പല പ്രോപ്പർട്ടീസിന്റെ ഓണേഴ്സ് ആരാണെന്ന് ആർക്കും അറിയത്തില്ലാത്ത പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അങ്ങനെ വെറുതെ നമ്മൾ കാട് പിടിച്ച് എലിയും പാറ്റ എല്ലാം കയറി നടക്കുന്നതിനേക്കാളും നല്ലത് അത് നാടിന് ഉപകാരപ്പെടുന്ന രീതിയിലോട്ട് അത് കൺവേർട്ട് ചെയ്തെടുക്കണം.